എന്തെങ്കിലുമൊക്കെ ഒസിയുടെ ഫംഗ്ഷൻ വരുമ്പോൾ കാണാം സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികളാണ് അനിയത്തിമാരെ പോലെ കൂടെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വിശ്വാസം വന്നപ്പോൾ എന്ത് വെച്ചാൽ ഇവർ പറയുന്ന കണക്കെന്ന് വിചാരിക്കുന്നു. ഇനിഷ്യൽ ഇതിൽ തന്നെ 69 ലക്ഷം രൂപയുടെ നടന്നിരിക്കും. മോഷ്ടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു ക്രിമിനൽ ഇതുണ്ട്, ഇനി ഇവരെ വെക്കരുത്. കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് അവരോട് പറയും QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. അത് സാറില്ല, ഞങ്ങൾ വേറെ QR കോഡ് തരാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോണിൽ നിന്ന് QR കോഡ് കാണിക്കുന്നു. ഒരാളൊന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അപ്പം തന്നെ 3,000 ചില്ലുവാൻ രൂപ മറ്റു രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അത് തന്നെ ഭീഷണിയുടെ സ്വരമാണ്. നമുക്കെല്ലാം നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ നിൽക്കുക. അവൾ ലോണൊക്കെ എടുത്ത് ഒരു ബിസിനസ് തുടങ്ങുന്നു ചെറിയ തോതിൽ. ആദ്യം അവൾ തുടങ്ങിയ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് നടന്നില്ല. അതിൻ്റെ പൊളിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളുടെ അഹാദിഷിക എന്ന് പറഞ്ഞ് ചാരിറ്റുള്ള ഓർഗനൈസേഷൻ ഉണ്ട്, NGO ഉണ്ട്, അവിടെ കൊണ്ട് തന്നു. അത് കഴിഞ്ഞ് അവൾ ഈ ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് തുടങ്ങി. അത് നല്ല പോലെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബിസിനസ് കൂടിയപ്പോഴത്തേക്ക് അവിടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടി പറഞ്ഞു, ചേച്ചി പേടിക്കേണ്ട, ഞാൻ തന്നെ ആൾക്കാരെ കൊണ്ടുവരാം. അങ്ങനെ ആ കുട്ടി വേറെ 2 പേരെ കൊണ്ടുവരുന്നു. ബിസിനസ് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കല്യാണം നടക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി ഇവൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ് ഈ സിക്നസിൻ്റെ ഇഷ്യൂ. ചിലർക്കത് കുറച്ച് കടുക്കും. ഇവൾക്കൊരു 5 മാസത്തോളം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫീസിലോട്ട് പോകാതായി. ഫോണിൽ കൂടി എല്ലാം ചോദിക്കുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം പറയുന്നുണ്ട് ഈ കുട്ടികളായിട്ട് ഭയങ്കര അടുപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഒസിയുടെ ഫംഗ്ഷൻ വരുമ്പോൾ കാണാം സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികളാണ് അനിയത്തിമാരെ പോലെ കൂടെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വിശ്വാസം വന്നപ്പോൾ എന്ത് വെച്ചാൽ ഇവർ പറയുന്ന കണക്കെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഓൺലൈൻ കച്ചവടം വേറെ സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോറിനകത്ത് വോക്കിൻ ഒന്നും നടക്കാതാവുന്നു. പലപ്പോഴും ചോദിക്കുമ്പോൾ ആൾ വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇവരെപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ വന്നു പോകുന്നത് കാണുന്നുണ്ട് ഈ CCTV വീഡിയോ. എപ്പോഴൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ്. 1-2 തവണ ചിലർ പൈസ എടുത്തത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറയടാ 10,000-10,000 രൂപ ശമ്പളമല്ലേ 15,000 രൂപയുടെ ശമ്പളം വിട്ടുകളാ 2,000 ഒക്കെ എടുത്തത്. പക്ഷെ 3-4 ഉണ്ടപ്പോൾ ഞാനേ പറഞ്ഞു സ്ഥിരമായി മോഷ്ടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു ക്രിമിനൽ ഇതുണ്ട്, ഇനി ഇവരെ വെക്കരുത്. പക്ഷെ അപ്പോൾ ഇവള് ഭയങ്കര അടുപ്പവും ഈ ഗർഭത്തിൻ്റെ ഈ വിഷയം വന്നപ്പോൾ അവരെ ഇനി മാറ്റി വേറെ ആൾ എടുക്കുന്ന കാര്യമൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഈ ബിസിനസ് നടത്തുക എന്ന് പറയുന്നത്. ഇത് ഇവർക്കൊരു സുവർണ്ണ അവസരമായി. ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് കാണാം, റെക്കോർഡിങ്ങിൽ എല്ലാ വീഡിയോയിലും കാണാം. കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് അവരോട് പറയും QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് ഞങ്ങളെങ്ങനെ പേ ചെയ്യും, കാർഡില്ല, കാർഡ് എടുക്കാൻ മെഷീനില്ല. അത് സാറില്ല, ഞങ്ങൾ വേറെ QR കോഡ് തരാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോണിൽ നിന്ന് QR കോഡ് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെയാണ് വീഡിയോകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതങ്ങനെ സ്ഥിരമായിട്ട് എടുത്തതാണ്. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ് കുറച്ച് വേരിയേഷൻ ഉണ്ട്, സ്റ്റോക്ക് ഇതും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് ഓൺലൈൻ പോയത് ഇതും മാച്ച് ആവാത്തുന്നു. പക്ഷേ പിന്നീട് ഇവൾക്ക് പിടികിട്ടി മെയ് മാസം അവസാനം ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇഷാനി 3ാമത്തെ മോളുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഒന്ന് സാധനം വാങ്ങിച്ചപ്പോൾ വേറൊരു QR കോഡ് കൊടുത്തു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇത് ഒസിയുടെ ഇത് ഒസിയുടെ ഇത് അക്കൗണ്ടൻറ്റിൻ്റെയാണ്. ഈ കുട്ടിക്ക് ഡൗട്ട് അടിച്ചിട്ട് കൊടുത്തു പേയ്മെൻറ്റ്. ഇഷാനി വിളിച്ചു പറഞ്ഞു. ഇഷാനി നമ്പർ വാങ്ങിച്ച് നോക്കി, ഇവരുടെ ഇതിൽ വന്നിട്ടില്ല ഒസിയുടെ അക്കൗണ്ടിൽ. അവിടെ നിന്നാണ് ഈ സംസാരം വരുന്നതും ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത്ര വിചാരിക്കുന്നില്ല. അപ്പോഴും പൈസ പോയിട്ടുള്ളത് പിടികിട്ടി. ഇവർ വിളിച്ചു പറഞ്ഞു, ആദ്യം സമ്മതിച്ചില്ല. ഇവർ പറഞ്ഞു കുറച്ച് പൈസ ഞങ്ങൾ കൊണ്ട് തരാൻ എടുത്തു പോയി. അങ്ങനെ ഇവർ ഈ കുട്ടികൾ ഓസി താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴേക്ക് കുറച്ച് പണവുമായിട്ട് വരുന്ന അവരുടെ 3 പെൺകുട്ടികളാണ്. അതിൽ 2 പേര് കല്യാണം കഴിച്ചു, അവരുടെ ഭർത്താക്കന്മാരുണ്ട്. ഇപ്പോഴൊന്നും ഞങ്ങൾ സീനില്ല. ഞാൻ അന്ന് ഓഫീസിൽ ഇരിക്കുക, ഇത് എൻ്റെ ഓഫീസാണ്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് അവരുടെ ഫോൺ വാങ്ങിച്ചു നോക്കി, GPay കാണിക്കാൻ പറഞ്ഞു. ആ GPayയിൽ നിന്നാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് കാണുന്നത്. ഒരാളൊന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അപ്പം തന്നെ 3,000 ചില്ലുവാൻ രൂപ മറ്റു 2 പേർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതായപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അസോസിയേഷൻ്റെ ആൾക്കാർ പറഞ്ഞു കൃഷ്ണകുമാർ ഇവിടെ ആൾ കൂടിയുന്ന ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഓഫീസിൽ ഇപ്പം അവർ ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ കൊണ്ടുവരുന്നു. അവരുടെ ഭർത്താക്കന്മാർ കൂടെ ബൈക്കിൽ വരുന്നു. ഇവിടെ എന്താ മുകളിൽ ഇതാണ് നിങ്ങൾ കണ്ടു കാണാം വീഡിയോയിൽ. അവിടെ നിന്ന് സംസാരിച്ചു. ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇനിഷ്യൽ ഇതിൽ തന്നെ 69 ലക്ഷം രൂപയുടെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇവർ കുറച്ച് ബഹളമൊക്കെ കാണിച്ച് നോക്കി. ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഭക്ഷണം വേണോ വെള്ളം വേണോ, അതാണ് ആഹാരയുടെ ഒക്കെ വീഡിയോയിൽ കാണാം. കാരണം നമുക്ക് വേറെ പല രീതിയിൽ സംസാരിക്കാൻ അറിയാം. പക്ഷെ അതൊന്നുമല്ല. പക്ഷേ നമ്മുടെ സ്റ്റാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും ചെയ്യും. ചിലർ ചോദിച്ചു നിങ്ങളാരാ പോലീസിനെ പോലെ ചോദിക്കാൻ. അവനവൻ്റെ പണം പോകുമ്പോഴത്തേക്ക് അവനവനറിയാം, വല്ലവൻ്റെയും പണം പോകുമ്പോഴത്തേക്കാണ് സിമ്പതി തോന്നുന്നത്. കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ ഇതാണ് വിഷയം. അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ ഇപ്പം തന്നെ കൊണ്ടുവരാൻ. ഇതിൽ നിന്നൊരു ഭർത്താവ് പയ്യൻ വെളിയിൽ പോയി ഒരു 3-4 മണിക്കൂറിനകത്ത് ഒരു 8,83,000 രൂപ ക്യാഷ് കൊണ്ടിരുന്നു. ഒന്ന് ആലോചിക്കണം, പെട്ടെന്ന് ഒരു 1.5 ലക്ഷം റേസ് ചെയ്യാൻ പറ്റുമോ?
ഇല്ല. ഇതൊക്കെ തന്നെ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ബിസിനസ്സിലൊന്നും ചെയ്യാൻ. ഇതാണ് ഇവർ കൊണ്ടുവന്ന പൈസയുടെ ദൈവം അന്ന് എല്ലാം വീഡിയോ എടുത്തു വെച്ചു, ഇല്ലെങ്കിൽ കഥ മാറിപ്പോയേനെ. ഇത് കഴിഞ്ഞവർ ഞങ്ങളുടെ ഇനി പൈസ ഇല്ല. അപ്പം ഞങ്ങൾക്കറിയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. നമ്മളെ വിളിച്ച് പലരും പറയുന്നുണ്ട് ഈ കുട്ടിയുടെ വീടിൻ്റെ പാലുകാച്ചായി, മറ്റേ മറിച്ചത്, ഇതെല്ലാം ഞങ്ങൾ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞു ശരി നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞു ഒരു 15 ലക്ഷം രൂപ കൂടി തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മതി, എഴുതി തരാൻ പറഞ്ഞു. എഴുതി വാങ്ങിച്ചു. ചെക്കൊന്നും തരുന്നില്ല, വെള്ള പേപ്പറിൽ. എന്നിട്ട് ഇവർ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് രാത്രിയാണ് ഈ OC വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഇനി പരാതി കൊടുത്ത് അങ്ങനെ 5 പൈസയും തരത്തില്ല, അങ്ങനെയാണ്. ഞാൻ വിളിച്ച് തിരിച്ച് നല്ല ഭാഷയിലും കൊടുത്തു. കാരണം എനിക്ക് തെറിയൊന്നും അറിയണ്ടല്ലോ, പക്ഷെ എൻ്റെ വായിലത് വരില്ല. പക്ഷെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. അതൊക്കെയാണ് അവർ വിരട്ടി എന്ന് പറയുന്നത്. ഞാൻ മഞ്ഞു അത് ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ മകളെ രാത്രി, എൻ്റെ മകളെന്നല്ല ഏതൊരു സ്ത്രീയെ രാത്രി ഒരു 10-11 മണിക്ക് ഒരുത്തം വിളിച്ച് സംസാരിച്ചാൽ അത് ത്രട്ടനിങ് കോൾ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. മോള് കിടന്നുറങ്ങുന്നു, പരിചയമുള്ള ആളാണ്, പക്ഷെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ രാത്രി നമ്മുടെ ഫോണിൽ വിളിച്ചാൽ തന്നെ നമ്മുടെ നെഞ്ചിടിപ്പ് മാറും. അത് തന്നെ ഭീഷണിയുടെ സ്വരമാണ്.